അപ്പോൾ ഞങ്ങൾ ഇവിടാണ് കപ്പലണ്ടി പോച്ച എന്ന് വെച്ചാൽ കുളവാഴ അങ്ങനെ എന്തോ ആണ് ഇതിനെ പറയുന്നത്. അപ്പോൾ അതാ കാണിച്ചു തരാം അമ്മ എവിടെ നിന്നാണ് നോർമലി പറിക്കുന്നതെന്ന്. ഇതെല്ലാം കണ്ടോ വെള്ളമായി. ഇതാണ് നമ്മുടെ കപ്പലണ്ടി പോച്ച. ഇതാ ഈ സാധനം തന്നെ, ഇത് കണ്ടോ, ഇതാണ് കപ്പലണ്ടി പോച്ച. ഇതാണ് കപ്പലണ്ടി പോച്ച. കുറച്ച് പേര് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു അനക്കല്ലേ. ഇത് കൂടുതലും കണ്ടുവരുന്നത് കണ്ടത്തിലും കണ്ടത്തിനോട് ചേർന്നുള്ള പുരയിടങ്ങളിലൊക്കെയാണ്. എല്ലാ പുരയിടങ്ങളിലും ചിലപ്പോൾ ഇത് കണ്ടെന്നിരിക്കത്തില്ല. ഇതാ കപ്പലണ്ടി പോച്ച, ഇത് നല്ല പോച്ച. ഞാനിതാ കൂടുതലും കൊടുക്കുന്നത്. ഇവിടെ ഉണ്ട്, ഇവിടെ നന്നായിട്ടുണ്ട് കപ്പലണ്ടി പോച്ച. ഈ നിൽക്കുന്ന പോച്ചകളൊക്കെ നമുക്ക് സെലക്ടബിൾ ആയിട്ടുള്ള എല്ലാം കൊടുക്കാം, അരിഞ്ഞു കൊടുക്കാം. ചില പോച്ചകളേ ഉള്ളൂ വേണ്ടാത്തത്. അത് പശുവിന് കൊടുക്കുന്നവർക്കാണെങ്കിൽ അതറിയാൻ പറ്റും ഏത് പോച്ചയാണ് കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ ഇത് നമ്മൾ കൊണ്ടുപോയി നല്ലപോലെ അരിഞ്ഞ് കൊച്ചായിട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. കാരണം അവർ ഇങ്ങനെയുള്ള കൂടായത് കാരണം അവർക്ക് കൊത്തിപ്പെറുക്കി തിന്നാനൊക്കത്തില്ലല്ലോ. സാധാരണ അല്ലാത്ത രീതിയിലുള്ള കൂടാന്നുണ്ടെങ്കിൽ ഇതുപോലെ പറിച്ചിട്ട് ഇങ്ങനെ കെട്ടി തൂക്കി കൊടുത്താലേ ഒരു പറിച്ച് തിന്നുള്ളൂ. ഞാനിപ്പോൾ അല്ലാതുള്ളതാണ്ട് നല്ല വേറെ പോച്ചുണ്ട്. ഞങ്ങൾ പണ്ട് കോഴിക്ക് കൊടുക്കുന്ന ഒരു പോച്ചിൻ്റെ പേരൊന്നും അറിയത്തില്ല. ഇതാ ഇത് പടന്ന് കിടക്കുന്ന കാണിക്കുക കണ്ടോ, ഈ പോച്ച. ഇതിൻ്റെ പേരൊന്നും അറിയത്തില്ല കേട്ടോ. ഇത് ഞങ്ങൾ പണ്ട് ഇത് തന്നെ, ഈ പോച്ച തന്നെ കണ്ടോ. ഇത് ഞങ്ങൾക്ക് എനിക്ക് പേരറിയത്തില്ല, ഞങ്ങൾക്ക് പേരറിയില്ല. പക്ഷെ ഞങ്ങളിത് പണ്ടും അമ്മ കോഴിക്ക് ഏറ്റവും കൂടുതൽ കൊടുത്തോണ്ടിരുന്ന പുല്ല് ഇതായിരുന്നു. ഇപ്പോഴാണ് ഞങ്ങൾ ഈ കപ്പലണ്ടി പോച്ചയൊക്കെ കൊടുക്കാൻ തുടങ്ങിയതാണ്ട്. ഇത് കണ്ടോ, പണ്ട് കൊടുത്തോണ്ടിരുന്ന പോച്ച ഇതൊക്കെ കൊടുക്കാം. അമ്മ അതും കൂടെ പറിക്കണം. ഞാൻ പറഞ്ഞ അതുകൂടെ കൊടുക്കാമെന്ന്. അത് പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിച്ചൊടിച്ചെടുക്കാൻ പറ്റും. നല്ലപോലെ അരിയണം കേട്ടോ. ഇതിന്റെ കമ്പ് കൊണ്ട് കയറി കൊള്ളികൾ. ഇതിന്റെ ഈ ഒരു ഫ്രഷ് പീസ് ഉണ്ടല്ലോ, ഇത് ഈ ഒരു പോർഷൻ ഇതങ്ങ് എടുത്താൽ മതി. ഈ ഒരു ഫ്രഷ് പോർഷൻ അങ്ങ് എടുക്കാം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്നിച്ചങ്ങ് കൊടുത്താൽ മതി. അപ്പൊ പിന്നെ അല്ല, ഒരു പോച്ചായിട്ട് നമ്മൾ നോക്കണ്ട, എല്ലാം നമുക്ക് കൊടുക്കാം. അതരിഞ്ഞു കൊടുത്താൽ നമുക്ക് തീറ്റിക്ക് ലാഭമുണ്ട്. മറ്റേ ഏതൊക്കെ പോച്ചൊക്കെ കൊടുക്കാൻ പറ്റുമെന്ന് കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് എല്ലാം ഒന്നും കൊടുക്കാൻ പറ്റൂല. അതായത് ഈ നമ്മുടെ പോച്ചകളിൽ തന്നെ ചില സാധനങ്ങൾ നമ്മൾ കൊടുക്കരുത്. നമുക്കറിയാലോ, പശുക്കളെ വളർത്തുന്നവർക്കാണെങ്കിൽ മനസ്സിലാവും. ഇതറിയാലോ, ഇത് നമ്മൾ കൊടുക്കില്ല. മല്ല മുയിലിന് കൊടുക്കുന്നുണ്ട്. ഇതാണ് അതല്ല വേറെ ഇല്ലേ ഉണ്ടല്ലോ, ഒരു പടക്കം പോച്ച ഉണ്ടല്ലോ, അതൊക്കെ കൊടുക്കും. ഓക്കെ, ക്ലിയർ ആണ്. ഇത് നമ്മൾ മുയിലിന് പണ്ട് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് കൊടുക്കാം കോഴിക്ക്. പിന്നെ ചീലാന്തിയില കൊടുക്കുന്നവരും ഉണ്ട് കേട്ടോ. ചീലാന്തിയില അരിഞ്ഞു കൊടുക്കുന്നവരും ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല. ഓരോരുത്തർ കമന്റ്. ഈ ആരമല്ലാത്ത ഈ മുള്ളു പോലല്ലാത്ത എല്ലാ പോച്ചകളും നമുക്ക് അവർക്ക് കൊടുക്കാം. മുള്ളു പോലുള്ളതും ചിലത് കൊടുക്കാൻ പറ്റും തോന്നില്ലേ അമ്മേ? ഒരുവിധപ്പെട്ട പോച്ച എല്ലാം കൊടുക്കാം. ചീനിയൊന്നും കൊടുക്കുക, ചീനിയിലൊന്നും കൊടുക്കരുത്. ചീനിയില ഭയങ്കര കേടാ അവർക്ക്. അങ്ങോട്ട് അരിഞ്ഞിട്ട് കൊടുക്കാമെങ്കിൽ നമുക്ക് തീറ്റിക്ക് ലാഭമുണ്ട്. ഇപ്പൊ തന്നെ നമുക്ക് ഒരു ചാക്ക് പിന്നെ ലെയർ മാഷ് എടുക്കണമെങ്കിൽ 1750 രൂപയാണ്. പിന്നെ ഗ്രോവറിന് ഏതാണ്ട് ഒരു 100-150 രൂപയുടെ വ്യത്യാസം ഒരു ചാക്ക് എടുക്കുന്നതിന്. അത് നമുക്ക് അതിന് ഭയങ്കര നഷ്ടമാണ്. അപ്പം എനിക്കാണെങ്കിൽ മുട്ട ഇടാൻ പരുവമായി വരുന്നവർ മുട്ട ഇട്ട് വരും. അതുകൊണ്ട് എനിക്ക് 2 തീറ്റിയും മേടിക്കണം. ഞാനാണെങ്കിൽ പുല്ല് അങ്ങ് ഇട്ട് കൊടുക്കും. കുറേ വന്ന് പറിക്കുന്നതും ഒക്കെ ഒരു മെനക്കേടാ. എന്നാലും നമുക്ക് തീറ്റിക്ക് ലാഭമുണ്ടല്ലോ. അത് കാരണം പുല്ല് കുറേ അരിഞ്ഞിട്ട് കൊടുത്താൽ അവരെല്ലാം കൊച്ചു വയറില്ലേ അങ്ങ് നിറഞ്ഞോളും. പിന്നെ എന്നും മുട്ട കിട്ടുന്നുണ്ടേ. ഈ പുല്ല് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇത് ഇഷ്ടം പോലെ ഉണ്ട് ഗൈസ്. ഞാനിവിടെ കുറച്ച് സഹായിക്കാം. കപ്പലണ്ടി പോച്ച. കപ്പലണ്ടി പോച്ച മീൻസ് കുളവാഴ, സംതിങ് എൽസ്, അങ്ങനെ എന്തോ ഒരു പേരാണ്. അന്നേരം പുല്ല് ഇങ്ങനെ കത്രികയ്ക്ക് കുഞ്ഞായിട്ട് അരിഞ്ഞ് വേണം കൊടുക്കാൻ. എന്നാണ്ട് ഇങ്ങനെ അരിയണം. ഞാൻ അരിയാൻ തുടങ്ങിയതേ ഉള്ളൂ. ഇത്രയും പോച്ച കിട്ടി. മൊത്തം കപ്പലണ്ടി പോച്ച. ഇനി മറ്റേ കുറച്ചല്ല അതുകൂടെ ഉണ്ട്, ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം അരിഞ്ഞതിന് ശേഷം ഇച്ചിരി താമസിച്ച് പോയി കൊടുക്കാം. മറ്റേ എന്നും ഉച്ച കഴിയുമ്പം കൊടുക്കും. ഇച്ചിരി സന്ധ്യയാവും അരിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ കൊടുക്കുന്ന വീഡിയോ കൂടെ കാണിക്കാം. ഇച്ചിരി താമസിച്ച് പോയി കോഴിക്ക് പുല്ല് കൊടുക്കുവാണേ.
പുല്ല് അരിഞ്ഞ് കൊടുക്കുക. ആ പുല്ല് അരിഞ്ഞ പുല്ല് നമ്മൾ പറിച്ച പുല്ല കൊടുക്കണം. ശരിക്കും ഞാൻ കൊടുക്കണം, അന്നേരം നല്ലപോലെ വഴങ്ങും. നമുക്ക് 50 കോഴിക്കുള്ളത് മറ്റവർക്ക് വഴങ്ങി വയ്ക്കും. കഴിച്ചു ഇനി അപ്പുറത്ത് സോറി തരം നല്ലപോലെ കൊച്ചായിട്ട് അങ്ങ് അരിഞ്ഞു കൊടുക്കാമെങ്കിൽ അവർക്ക് കഴിക്കാൻ എളുപ്പം. ഈ കൂട്ടി കിടക്കുന്നതില്ല. അതുകൊണ്ട് ഈ ബക്കറ്റ് വെള്ളം എങ്ങനെ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ മരുന്ന് ചേർത്തിട്ട് അതുകൊണ്ട് നമുക്ക് ഇതുപോലൊരു ബക്കറ്റ് കാണും, കണ്ടോ? ഇതിലൊരു ബക്കറ്റ് കാണും, അതിലേക്കൂടെ ഒരു പൈപ്പ് ഇതാ കണക്ട് ചെയ്ത് അകത്തൂടെ വിട്ടിട്ടുണ്ട് പൈപ്പ്. കണ്ടോ, ഇത് ഇങ്ങനെ ഒരു പൈപ്പ് പോയിട്ടുണ്ട്. ഈ പൈപ്പിനിടയിൽ കൂടെ നമുക്ക് വെള്ളം വരുന്നത് കണ്ടേ, ഇതാണ് പൈപ്പ്. ഈ പൈപ്പിൻ്റെ താഴെ കൂടെ ഓരോ ട്യൂബ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ട്യൂബിൽ അവരിങ്ങനെ ചുണ്ട് തട്ടിയിട്ടാണ് വെള്ളം കുടിക്കുന്നത്. അപ്പോൾ അവരുടെ വയറ്റിൽ വെള്ളം മരുന്ന് ചെന്നോളും. പൈപ്പ് കണ്ടോ കണക്ട് ചെയ്ത് വെച്ചിരിക്കുക. ഇതുപോലൊരു ബക്കറ്റിൽ നമ്മൾ ഒരു പാത്രം വെള്ളം എടുക്കണം. ഒരു പാത്രം വെള്ളം എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ ഇത് ഊരി അങ്ങ് മാറ്റണം. മാറ്റിയിട്ട് നമ്മുടെ പൈപ്പിൽ നിന്ന് ഇതാണ്ട് ഓസ് കണ്ടോ, ഈ ഓസ് ഇട്ടിട്ടാണ് ഇത് നമ്മൾ കണ്ട് ഇത് ഊരണം. ഊരിയിട്ട് ഈ ബക്കറ്റ് കൊണ്ടുപോയി നമ്മൾ കഴുകി വൃത്തിയാക്കി പിന്നെ 25 കോഴിക്ക് 2 അടപ്പ് മരുന്ന്, 25 കോഴിക്ക് 2 അടപ്പ് മരുന്ന് ഇതുപോലൊരു ബക്കറ്റിൽ ഒഴിക്കുക. അതല്ല നമുക്ക് സിറിഞ്ച് കൊണ്ടുപോയി 20 മില്ലി. 50 കോഴി ആകുമ്പോൾ എത്ര ആയിരിക്കും? 4 അടപ്പ് മരുന്ന് കൊടുക്കണം. ഇതിപ്പോൾ എന്നിട്ട് നമ്മൾ താണ്ട മരുന്ന് ഒഴിച്ച് കൊണ്ടുവച്ചിട്ട് ഇതുപോലെ പൈപ്പ് എടുത്ത് ഇതിനകത്ത് അങ്ങോട്ട് വെള്ളം നിറഞ്ഞു കഴിയുമ്പോൾ ഈ അടപ്പ് കണ്ട നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് വെച്ചാൽ മതി. കണ്ടേ, അല്ല ഒരുപാട് ഇറുക്കി അടക്കരുത് കേട്ടോ. ഒരു ബക്കറ്റ് വെള്ളത്തിൽ 25 കോഴിക്ക് ആ കുപ്പിയുടെ 2 അടപ്പ് മരുന്നാണ് ഇതിനകത്ത് ഒഴിക്കേണ്ടത്. അല്ലെങ്കിൽ 20 ml സിറിഞ്ച് ഉണ്ടെങ്കിൽ എടുത്തിട്ട് കൊടുത്താലും മതി. ഞാൻ സിറിഞ്ചിലും കൊടുക്കും, അടപ്പിലും കൊടുക്കും. സിറിഞ്ച് അഥവാ കണ്ടില്ലെങ്കിൽ അടപ്പിലും ഒഴിച്ചു കൊടുക്കും. അപ്പം ഇത് ഊരിയിട്ട് ബക്കറ്റ് കഴുകുക, എന്നിട്ട് പൈപ്പ് വഴി ഇതിനകത്ത് വെള്ളം നിറച്ച് മരുന്ന് ഒഴിച്ച് ഇങ്ങനെ വെച്ചാൽ ഇതിനകത്ത് കൂടെ അവർക്ക് വെള്ളം കിട്ടും. പൈപ്പ് കണ്ടില്ലേ, പൈപ്പിൽ കൂടാണ് വെള്ളം പോകുന്നത്. അല്ല നമ്മൾ അകത്ത് വേറെ പാത്രങ്ങളോ കാര്യങ്ങളോ ഒന്നും വെച്ച് കൊടുക്കത്തില്ല, പൈപ്പിൽ കൂടെ വെള്ളം ഉണ്ട്. ഫുഡ് പോകാൻ ഇത് കൂടിന്റെ ഒരാൾ ഇതുപോലെ ചോദിച്ചായിരുന്നു. കൂടിന്റെ വില 13,000 രൂപയാ വില. 25 കോഴിയുടെ കൂടിന്റെ ആണ്. കൂടിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് റേറ്റ് കൂടും. പിന്നെ കോഴിയുടെ മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്ന കോഴികളുടെ മരുന്ന് ഏതാ കൊടുക്കുന്നതെന്ന് ചോദിച്ചായിരുന്നു, അത് പറഞ്ഞത്. അത് ഓസോമിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മുട്ട ഇടുന്ന കോഴികൾക്ക് പ്രത്യേകമായിട്ട് കൊടുക്കുന്നത്. ബാക്കി നോർമലി മറ്റേ പറഞ്ഞിട്ടുള്ള എവിപ്ലെക്സും ലിവ് 52 ആണ് നമ്മൾ കൊടുക്കുന്നത്. വളർന്നുകൊണ്ടിരിക്കുന്ന കോഴിക്ക് മാത്രം നമ്മൾ എവിപ്ലെക്സും ലിവ് 52 മാത്രം കൊടുത്താൽ മതി. മുട്ട ഇടുന്ന കോഴിക്കാകുമ്പോൾ നമ്മൾ ഈ 2 മരുന്നിന്റെ കൂടെ ഓസോമിനും കൂടെ കൊടുക്കണം. ഓസോമിൻ മുട്ട ഇടാൻ വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ്. എല്ലാം 20 ml വെച്ചിട്ട്. ഒരെണ്ണം 10 ദിവസം കൊടുത്തിട്ട് അടുത്തത് 10 ദിവസം, പിന്നെ അടുത്തത് 10 ദിവസം, അങ്ങനെ വേണം. പിന്നെ ഇതില് എന്ന് തൊട്ടാണ് ഈ കോഴിക്ക് മരുന്ന് കൊടുത്ത് തുടങ്ങുന്നതെന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ട്. നമുക്കിപ്പം ആ കിടക്കുന്നത് നമ്മുടെ 3.5 മാസമുള്ളൊരു കോഴിയാണ്. ഇതെന്ന് പറയുന്നത് ഇപ്പൊ ഇവര് എത്ര മാസമായമ്മേ? കിട്ടിയ സമയത്ത് 4.5 മാസമായപ്പോ. അപ്പം 3.5 മാസം 4.5 മാസം നമ്മുടെ കിട്ടി. നമ്മുടെ കൈ കിട്ടിയ അന്ന് തൊട്ടേ നമ്മൾ മരുന്ന് കൊടുത്തു തുടങ്ങുന്നുണ്ട്. അത് അവര് നമുക്ക് എഴുതി തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അത് മറ്റേ എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങളായി തുടങ്ങുന്ന ആ ഒരു പ്രായം തൊട്ടേ നമുക്ക് കൊടുത്തു തുടങ്ങാം. മുട്ട ഇടുമ്പോൾ മാത്രം നമ്മൾ ഓസോമിൻ കൊടുക്കാൻ പാടുള്ളൂ. കാരണം അത് മുട്ടയ്ക്ക് വലിപ്പം കൂടാനും തോലുമുട്ട ഇടാതിരിക്കാനും ചുമല മുട്ടയൊക്കെ വേണ്ടിയാ അത് കൊടുക്കുന്നത്. അത് ഇവർക്ക് കാൽഷ്യത്തിന്റെ കുറവൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ മുട്ട പൊട്ടാതിരിക്കാനും വൈറ്റമിനും മറ്റു അസുഖങ്ങൾ വരാതിരിക്കാനും പിന്നെ അവരുടെ കരളിനൊന്നും അസുഖം വരാതിരിക്കാൻ എല്ലാം വിശദമായിട്ട് ഞാൻ ഓരോ വീഡിയോകളിലും എല്ലാ വീഡിയോസും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണുന്ന സമയത്ത് ഡിസ്ക്രിപ്ഷൻ കൂടെ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മരുന്നിന്റെ ഡീറ്റെയിൽസും കൂടിന്റെ ഡീറ്റെയിൽസും കൂട് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ആളുടെ പേരും നമ്പരും എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഒരു ദിവസം പറ്റുമ്പം ഞങ്ങൾ കോഴിയെ മേടിച്ചിടാൻ ഞങ്ങൾ പോയി കാണിച്ചു തരാം. നമ്മൾ അവർക്ക് 2 നേരം തീറ്റി കൊടുക്കും, പിന്നെ 1 നേരം പുല്ല് കൊടുക്കും.
ഒരു നേരം ലെയർ മാഷാണ്, വൈകിട്ട് പിന്നെ നമ്മൾ പിന്നെ ഗോതമ്പായിരിക്കും കൊടുക്കുന്നത്. ഉച്ചയ്ക്ക് ഈ പുല്ലും കൊടുക്കും. ഉച്ചയ്ക്ക് അഥവാ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളത് സന്ധ്യയ്ക്കാവും പുല്ല്. ചിലപ്പോൾ നമുക്ക് ഈ പോച്ചയൊക്കെ പറിക്കുന്ന സമയം ചിലപ്പോൾ നമ്മൾ ലേറ്റ് ആവും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഏതാണോ അത് നേരത്തെ കൊടുത്തിട്ട് പുല്ല് നമ്മൾ അവസാനം കൊടുക്കും. ഇനിയിപ്പോൾ നമ്മൾ പുല്ലേ കൊടുക്കത്തുള്ളൂ. ഇനിയിപ്പോൾ രാവിലെ നമ്മൾ തീറ്റിയിട്ട് കൊടുക്കത്തുള്ളൂ. 10 മണി വരെ ലൈറ്റ് ഉണ്ട്. അതുപോലെ വെള്ളം നമ്മളിപ്പോൾ ഇന്ന് നിറച്ച് കൊടുത്തതാണ്. നാളെ ഒരു 10-12 മണിയാകുമ്പോഴത്തേക്ക് അത് തീരുമ്പോൾ പിന്നെ നമ്മൾ അടുത്തത് നിറച്ചു. ആ മരുന്ന് തന്നെ അങ്ങനെ 10 ദിവസം അടുപ്പിച്ചാണ് കൊടുക്കുന്നത്. അങ്ങനെ ഈ മരുന്നുകൾ നമ്മൾ ഈ പറയുന്ന എല്ലാം കൊടുക്കാമെങ്കിൽ ഇവർക്ക് ഒരു രോഗവും വരുത്തില്ല. നമുക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും മരുന്ന് കൊടുക്കേണ്ടിയും വരുത്തില്ല. ഇവർ നല്ലപോലെ മുട്ടയിടും. അവർ മുട്ടയിടാൻ തുടങ്ങിയില്ല, ഇപ്പോൾ ഇവർ മാത്രമേ മുട്ടയിടാൻ തുടങ്ങിയുള്ളൂ. അവർ ഏകദേശം ഒരു ജൂലൈ അവസാനത്തോടു കൂടി ചിലപ്പോൾ മുട്ടയിടാൻ തുടങ്ങിയേക്കും. കുഞ്ഞുങ്ങൾക്ക് പുല്ല് കൊടുക്കുവാണ്. അവർക്ക് പിന്നെ മറ്റവർ അത്രയും അങ്ങോട്ട് വേണ്ട, മുട്ടയിടാനും തുടങ്ങിയില്ല. എന്നാലും അവർക്കും കൊടുക്കുക. എല്ലാവരും നോക്കിയിരിക്കുന്നു, വെയിറ്റിംഗ് ഫോർ ദെയർ. ഇപ്പം പിന്നെ ഒരു കുട്ടി ഇതുപോലെ എന്നോട് പുല്ല് കാണിച്ചു കൊടുക്കണേന്നും അത് പിന്നെ അരിയുന്നതും ഒക്കെ ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞ്, അപ്പോൾ ആ വീഡിയോ ഞാൻ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. ഇതിനകത്തിൽ അത് ആഡ് ചെയ്യും. അതുപോലെ തന്നെ അടുത്ത വീഡിയോയിൽ ഒരു പുതിയ അതിഥിയും കൂടെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നതായിരിക്കും. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ആളിനെ കാണാനായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആരാന്ന് നിങ്ങൾ ഗസ് ചെയ്യുക. ഞങ്ങളോട് ഞാനൊരു വീഡിയോ കാണിക്കുന്നതായിരിക്കും. അങ്ങനെ എൻ്റെ അടുത്ത വീഡിയോ ഞാൻ വരുമ്പോൾ ആ പുതിയ അതിഥിയും എന്നോടൊപ്പം കാണും. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഇനി അങ്ങോട്ടും സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നന്ദി. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ.